കോൺഗ്രസിന് ഇത് നല്ല ദിവസം എന്നായിരുന്നു സന്ദീപ് വാര്യരെ സ്വീകരിച്ച് KPCC അധ്യക്ഷൻ K. സുധാകരന്റെ പ്രതികരണം. സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കടയിലേക്കെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. വെറുപ്പിന്റെ രാഷ്ട്രീയം സന്ദീപ് ഉപേക്ഷിച്ചെന്ന് ഷാഫി പറമ്പിലും ആവേശത്തോടെ സ്വാഗതം ചെയ്യുകയാണെന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിലേക്ക്. വെറുപ്പിന്റെ രാഷ്ട്രീയം വിറ്റിട്ട് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ ജോയിൻ ചെയ്യാൻ, അതാണ്. അപ്പോൾ ഞങ്ങൾ വർഗീയതയ്ക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ്. ആ വർഗീയതയുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞങ്ങളുടെ രാഷ്ട്രീയം അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ആഹ്ലാദകരമല്ലേ? അൺകണ്ടീഷണൽ ഒരു ഉപാധിയും വെക്കാതെ ഇങ്ങോട്ട് വന്നേക്കാം. പക്ഷേ ഞങ്ങൾ പ്രസിഡന്റ് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പുറകിൽ നിർത്തില്ല, മുമ്പിൽ നിർത്തും. അതേസമയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ ഒളിയമ്പുമായി K. മുരളീധരൻ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരത്തെ സന്ദീപ് വാര്യർ രൂക്ഷമായി വിമർശിച്ചതാണ്. പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തിയാൽ ഒരു പ്രായശ്ചിത്തമായേനെ എന്ന് K. മുരളീധരൻ പറഞ്ഞു. VD സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ബലിദാനികളെ അപമാനിച്ചു എന്ന വാദമാണ് BJP ഉയർത്തുന്നത്. കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം ബലിദാനികളുടെ പേര് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു. സന്ദീപ് വാര്യരെ രൂക്ഷമായി പരിഹസിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മുങ്ങുന്ന കപ്പലിലേക്കാണ് സന്ദീപ് പോകുന്നതെന്ന് PK കൃഷ്ണദാസും പ്രതികരിച്ചു. VD സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും വീണ്ടും അഭ്യർത്ഥിക്കുക. സന്ദീപ് വാര്യരെ കൈ ഉറപ്പിച്ച് പിടിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണക്കുന്നു. UDF തകർന്ന് തരിപ്പണമാകും. BJPക്ക് അകത്ത് ഒരു ചലനവും, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഒരു ചലനവും ഈ കോൺഗ്രസ് പ്രവേശനം കൊണ്ടുണ്ടാകില്ല. ഇപ്പോൾ കോൺഗ്രസ് ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. കോൺഗ്രസിനകത്തുള്ളവർക്കും ബോധ്യമുണ്ട്, പുറത്തുള്ളവർക്കും ബോധ്യമുണ്ട്. ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരെങ്കിലും ആ കപ്പലിലേക്ക് പോകാൻ തയ്യാറായാൽ അതൊരു ആത്മഹത്യക്ക് തുല്യമാണെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ K. മുരളീധരന്റെ പ്രതികരണത്തിലേക്കാണ്. സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എക്കാലവും സന്ദീപ് വാര്യർ നിലനിർത്തണമെന്ന് K. മുരളീധരൻ പ്രതികരിച്ചു. ആ പ്രതികരണം: ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം, ഞാൻ എന്ന ഭാവങ്ങളെ എന്ന സിനിമാ ഗാനവും K. മുരളീധരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഈ പ്രതികരണത്തിന് തൊട്ടു മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നത്. കോൺഗ്രസ് പ്രവേശനത്തോടെ സന്ദീപ് വാര്യരോടുള്ള മുൻ സമീപനം മാറ്റുകയാണ് CPM. കോൺഗ്രസ് കഴുത്തിലണിഞ്ഞത് വർഗീയതയുടെ കാളിയനെയാണ് എന്നായിരുന്നു മന്ത്രി MB രാജേഷ് പറഞ്ഞത്. കോൺഗ്രസ് BJP ഡീൽ കൂടുതൽ വ്യക്തമായെന്ന് EP ജയരാജൻ ആരോപിച്ചു. പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറഞ്ഞത്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത് ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എപ്പോഴാണ് BJPയിൽ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ് BJP ഐക്യമാണ് ഇതിനടിസ്ഥാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് വിജയിക്കുമെന്ന് വന്നപ്പോൾ കോൺഗ്രസ് അങ്കലാപ്പിലാണ്.